കാസർഗോഡ് എടച്ചാക്കൈ പടന്നയിൽ ശൈശവ വിവാഹം നടന്നതായി പരാതി. അഭിഭാഷകനായ ജയ്സിംഗ് ആണ് ശൈശവ വിവാഹം നടന്നതായി ചൂണ്ടിക്കാണിച്ച് ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിരിക്കുന്നത്. പെൺകുട്ടിയെ വിവാഹം ചെയ്ത ഷാബിർ ഷെയ്ഖ് ഉൾപ്പെടെ 4 പേർക്കെതിരെ ചന്ദേര പോലീസ് കേസെടുത്തിട്ടുണ്ട്. സ്റ്റേഷൻ പരിധിയിലെ അഴിക്കാൽ ജുമാ മസ്ജിദിലാണ് ശൈശവ വിവാഹം നടന്നതായി പരാതി ഉയർന്നിരിക്കുന്നത്. എന്നാൽ ശക്തമായ പോലീസ് നടപടിയല്ല വിഷയത്തിൽ ഉണ്ടാകുന്നത് എന്നാണ് ചീഫ് സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. തൃക്കരിപ്പൂർ പടന്നയിലാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചുവെന്ന പരാതിയിൽ കുട്ടിയെ കല്യാണം കഴിച്ച യുവാവ് ഉൾപ്പെടെ 4 പേർക്കെതിരെ ചന്ദേര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. ഏപ്രിൽ 13-നാണ് പടന്ന പഞ്ചായത്തിലെ എടച്ചാക്കൈ അഴീക്കൽ ജുമാ മസ്ജിദിൽ 16 വയസ്സുകാരിയെ വിവാഹം കഴിപ്പിച്ചത്. സംഭവത്തെ തുടർന്ന് ലഭിച്ച പരാതിക്കു പിന്നാലെ നടന്ന അന്വേഷണത്തിലാണ് ശൈശവ വിവാഹം നടന്നതായി സ്ഥിരീകരിച്ചത്. തുടർന്ന് ഹോസ്ദുർഗ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തു. എടച്ചാക്കൈ ബദർ നഗർ സ്വദേശി 28-കാരനായ ഷാബിർ ഷെയ്ഖ്, പെൺകുട്ടിയുടെ 55-കാരനായ അച്ഛൻ, പടന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പറും എടച്ചാക്കൈ അഴിക്കൽ ജുമാ മസ്ജിദ് സെക്രട്ടറിയുമായ PK താജുദ്ദീൻ, വിവാഹം നടത്തിയ ജുമാ മസ്ജിദിലെ ഉസ്താദ് റഹ്മത്തുള്ള എന്നിവരാണ് പ്രതികൾ. സംഭവത്തിൽ പോലീസ് കാര്യക്ഷമമായി ഇടപെട്ടില്ല എന്നാരോപിച്ച് പൊതുപ്രവർത്തകനും അഭിഭാഷകനുമായ ജയ്സിംഗ് ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട്. പോസോ ആക്ട് അനുസരിച്ച് ഉള്ള നടപടിക്രമങ്ങൾ നടത്തുവാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. പ്രതികളെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല. തെളിവുകൾ ലഭ്യമായില്ല എന്നുള്ള നിയമവിരുദ്ധ നിലപാടും നടപടികളുമായി ആയിട്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ഇത്തരം സമീപനങ്ങൾ ഒരിക്കലും നമുക്ക് അംഗീകരിക്കുവാൻ കഴിയുന്നതല്ല. ഇപ്പോൾ കൃത്യതയുള്ള പരാതികൾ പൊതുസമൂഹത്തിന് ഇല്ല എന്നുള്ള നിലപാടുമായി ബന്ധപ്പെട്ടാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. അത് തെറ്റായ നിലപാടാണ്. ദക്ഷിണ കൊറിയയിൽ ജോലി ചെയ്യുന്ന ഷാബിർ ഷെയ്ഖ് വിവാഹത്തിനായി നാട്ടിലെത്തിയതാണെന്ന് പോലീസ് പറയുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ വിവാഹം നടത്തിയതിലൂടെ ബാലവിവാഹ നിരോധന നിയമം ലംഘിച്ചുവെന്ന കുറ്റം ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സംഭവത്തിൽ പടന്ന പഞ്ചായത്ത് അംഗം PK താജുദ്ദീൻ ചെയ്തത് ഗുരുതരമായ തെറ്റാണെന്ന് പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC സുബൈദ പറഞ്ഞു. നാട്ടിലെ ജാഗ്രതാ സമിതി അംഗം കൂടിയായ PK താജുദ്ദീൻ ഗുരുതരമായ നിയമലംഘനമാണ് നടത്തിയതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കുറ്റപ്പെടുത്തി. ഇന്ന് നമ്മൾ കേൾക്കുന്നത് ജനപ്രതിനിധി അടക്കം ഇതിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഇനി ആര് തന്നെ ആയാലും ശൈശവ വിവാഹ നിരോധന നിയമം നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിനകത്ത് പഴയ കാലത്ത് നിന്നുള്ള പഠന ഇന്ന് ഒരുപാട് മാറിയിട്ട് നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഇത്തരത്തിൽ ശൈശവ വിവാഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ആര് തന്നെ ആയാലും അതിനെ നിയമപരമായിട്ട് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. സംഭവത്തിൽ പങ്കാളികളായവരുടെ പങ്കും ഉത്തരവാദിത്വവും സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായി പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. വിവാഹം നടന്ന സാഹചര്യവും അതിനായി ആരൊക്കെ സഹകരിച്ചു എന്നതും പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്നാൽ ജുമാ മസ്ജിദിലെ പുരോഹിതനെ തെറ്റിദ്ധരിപ്പിച്ചാണ് വിവാഹം നടത്തിയതെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് മലയാളം, കാസർഗോഡ്.